ചിക്കൻ കറി. ഒരു കട്ടിയുള്ള പാത്രം അടുപ്പേ വെച്ച് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് മൂപ്പിച്ച് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് നന്നായി മൂപ്പിച്ച് വഴറ്റിയെടുക്കുക. സവോള നന്നായി വഴന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് തക്കാളി നന്നായിട്ട് വഴറ്റി എടുക്കണം. തക്കാളി നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കും. ഇനി അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കും. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിടണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി അല്പനേരം അടച്ചു വെച്ച് വേവിക്കും. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് അത് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. പെരിഞ്ചീരകവും ചേർക്കണം. നമ്മുടെ ചിക്കൻ കറി നന്നായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് അധികം മല്ലിപ്പൊടി ചേർത്തിട്ടില്ല. കാരണം നാടൻ ചിക്കൻ കറി വെക്കുമ്പോൾ മുളക് പൊടിയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. 1 ടീസ്പൂൺ അല്ല 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. നല്ലതാണ്. നല്ല പ്രത്യേക രീതിയിൽ ഉണ്ടാക്കിയതാണ്. നന്നായിട്ട് എല്ലാവരും ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും.